അലൈക്കും. 7ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 1 മുതൽ 5 വരെയുള്ള പാഠങ്ങൾ. അൽ ഫേൽ. ഫേൽ 2 വിധമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അൽ ഫേലുൽ മഅറൂഫ്, മഅറൂഫായ ഫേൽ. അൽ ഫേലുൽ മജ്ഹൂൽ. ഖലഖല്ലാഹു അൽ അർള, അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പം ഇതിൽ ഫായിലുണ്ട്. ആരാണ് സൃഷ്ടിച്ചത്? അള്ളാഹു. അപ്പോൾ അള്ളാഹു ആണല്ലോ ഫായില്. ഫായിലുണ്ടെങ്കിൽ അതിന് മഅറൂഫായ ഫേല് എന്ന് നമ്മൾ പറയും. ഖുലിഖത്തിൽ അർളു, അള്ളാഹു സൃഷ്ടിച്ചു. ഖുലിഖത്തിൽ അർളു, ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. ആരാണ് സൃഷ്ടിച്ചത്? അള്ളാഹു. അതിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഫായില് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിനെ നമുക്കെന്ത് പറയാം? അൽ ഫേലുൽ മജ്ഹൂൽ, മജ്ഹൂലായ ഫേല് എന്ന് പറയും. അൽ ഫേലു നൗആനി, ഫേല് 2 വിധമാണ്. മഅറൂഫുൻ, മഅറൂഫായ ഫേല്. മജ്ഹൂലുൻ, മജ്ഹൂലായ ഫേല്. ഇദാ ദുക്കിറ മഅൽ ഫേലി, ഫേലിൻ്റെ കൂടെ പറയപ്പെട്ടാൽ. ഇത് അതുപോലെ തന്നെ പഠിക്കണം. പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാഹുവൽ ഫേലുൽ മഅറൂഫ് എന്ന് ചോദിക്കാം. മാഹുവൽ ഫേലുൽ മജ്ഹൂൽ എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ എഴുതണം. അതുകൊണ്ട് ഇത് പഠിക്കണം. ഇദാ ദുക്കിറ മഅൽ ഫേലി, ഫേലിൻ്റെ കൂടെ പറയപ്പെട്ടാൽ. ഫായിലുഹു, അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ. യുസമ്മ, പറയപ്പെടും. മഅറൂഫൻ, അതിനെ മഅറൂഫായ ഫേല് എന്ന് പറയും. വ ഇല്ല, പറയപ്പെട്ടിട്ടില്ലെങ്കിൽ. എന്ത്? ഫേല് ഫായിൽ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ യുസമ്മ മജ്ഹൂലൻ, അതിനെ മജ്ഹൂലായ ഫേല് എന്ന് പറയും. ഖറഅ അബി, എൻ്റെ പിതാവ് പാരായണം ചെയ്തു. ഖുർആനൻ, ഖുർആൻ പാരായണം ചെയ്തു. ആരാണ് പാരായണം ചെയ്തത്? അബി. അപ്പോൾ അബിയാണ് ഫായിൽ. ഫായിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മഅറൂഫായ ഫേലാണ്. ഖറഅ അൽ ഫേലുൽ മഅറൂഫ്, ഫായിൽ അബി എന്നുള്ളത് ഫായിൽ, ഖുർആൻ എന്നുള്ളത് മഫ്ഊൽ. ഖുലിഖത്തിൽ അർളു, ഭൂമി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അൽ ഫേലുൽ മജ്ഹൂൽ, മജ്ഹൂലായ ഫേലാണല്ലേ ഖുലിഖത്ത്. അപ്പോൾ അൽ അർളു എന്നുള്ളതോ അത് നായിബുൽ ഫായിലാണ്, നായിബ് ഫായിലാണ്. അപ്പം ഇതിനെന്തില്ല? ഫായിലില്ല. മജ്ഹൂലായ ഫേലിന് ഫായിലില്ല. പകരം എന്താ ഉള്ളത്? നായിബ് ഫായിലാണുള്ളത്. മഫ്ഊലും ഉണ്ടായിരിക്കില്ല. അതിന് പകരം മഫ്ഊലിനും ഫായിലിനും പകരമായിട്ട് നായിബ് ഫായിലാണ് മജ്ഹൂലായ ഫേലിൽ ഉണ്ടാവുക. ശരിബ തിഫ്ലു, കുട്ടി കുടിച്ചു. അൽ ഹലീബ, പാല്. ഇവിടെ അൽ ഹലീബ എന്നുള്ളത് അൽ ഫേലുൽ മഅറൂഫ്, മഅറൂഫായ ഫേൽ. ഫായിൽ ആരാണ്? അത്തിഫ്ലു എന്നുള്ളതാണ് ഫായിൽ. മഫ്ഊൽ അൽ ഹലീബ്, പാല് കുടിച്ചു. നമുക്ക് മഫ്ഊലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മഫ്ഊല് പല വിധത്തിലുണ്ട്. ആദ്യമായിട്ട് മഫ്ഊൽ ഫീഹി. ദഖൽതു, ഞാൻ പ്രവേശിച്ചു. ബഗ്ദാദ, ബഗ്ദാദിൽ പ്രവേശിച്ചു. അത് മഫ്ഊൽ ഫീഹിയാണ്. എപ്പോഴേ? ലൈലത്ത് സബ്തി, ശനിയാഴ്ച ദിവസം. അപ്പോഴേ ശനിയാഴ്ച രാത്രി ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു. എവിടെ പ്രവേശിച്ചു? ബഗ്ദാദിൽ. എപ്പോൾ പ്രവേശിച്ചു? ശനിയാഴ്ച രാത്രി. അപ്പോൾ എപ്പോൾ, എവിടെ എന്ന് നമുക്ക് മഫ്ഊലിനെ കുറിച്ച് ചോദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മഫ്ഊൽ ഫീഹിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റു മഫ്ഊലുകളുമുണ്ട്. നമുക്ക് ഓരോന്നും പഠിക്കാം. എന്താണ് മഫ്ഊൽ ഫീഹി? അത് നമ്മൾ പഠിച്ചു വെക്കണം. അൽ മഫ്ഊൽ ഫീഹി, മഫ്ഊൽ ഫീഹി എന്നത് ഇസ്മുൻ, ഒരു ഇസ്മാണ്. യദുല്ലു, അത് അറിയിക്കുന്നു. അലാ സമാനി, ഒരു കാലത്തിൽ. അല വുഖൂഇൽ ഫീലി, ഫീല് സംഭവിച്ച കാലത്ത്, സമയത്തെക്കുറിച്ച് അറിയിക്കും. ഔ മക്കാനിഹി, അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണോ സംഭവിച്ചത് ആ സ്ഥലത്തെക്കുറിച്ച് അറിയിക്കും. ഇതിനാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയും. വയുസമ്മ ലർഫൻ, അതിനെ ലർഫ് എന്നും പറയും. വഹുവ നൗആനി, ഈ മഫ്ഊൽ ഫീഹി തന്നെ 2 വിധമുണ്ട്. ലർഫ് സമാനുണ്ട്, ലർഫു മക്കാൻ, ലർഫ് മക്കാനുണ്ട്. ലർഫ് സമാനിൽ ഏതൊക്കെ വരും? ബുക്രത്തൻ, നാളെ അല്ലെങ്കിൽ രാവിലെ. ലൈലത്ത്, രാത്രി. യൗം, ദിവസം. ഇതൊക്കെ ലർഫ് സമാനാണ് വരിക.
ഇനി എവിടെ, എന്താ അടുത്ത്, ഖൽഫ പിറകിൽ, അമാമ മുന്നിൽ എന്നൊക്കെ പറയുന്നത് പോലെ സ്ഥലവും വരാറുണ്ട്. തർഫു മക്കാൻ എന്നാണ് പറയുന്നത്. റഹൽത്തു ഞാൻ യാത്ര ചെയ്തു, ഇലാ ബഗ്ദാദ ബഗ്ദാദിലേക്ക്, ബുക്കറത്ത യൗമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം രാവിലെ ഞാൻ ബഗ്ദാദിലേക്ക് യാത്ര ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു മഫ്ഊലാണ് പഠിക്കാനുള്ളത്. അതിനു മുമ്പായിട്ട് കാല എന്നുള്ളത് ഫെയിലാണല്ലോ. അപ്പോൾ കാല പറഞ്ഞു, കൗല് പറയുക. അപ്പോൾ ഈ പറയുക എന്നുള്ളത് മസ്തറാണ്. അത് പഠിച്ചു വെക്കുക. കാല ഫെയിലാണെങ്കിൽ കൗല് മസ്തറാണ്. അതുപോലെ ഖാഫ ഫെയിലാണ്, ഖൗഫ് മസ്തറാണ്. ഖാഫ ഭയപ്പെട്ടു, ഖൗഫ് ഭയപ്പെടൽ അല്ലെങ്കിൽ ഭയം. ജാ അൽ ഉസ്താദ് വന്നു. അപ്പോൾ കുംന നമ്മൾ എഴുന്നേറ്റ് നിന്നു, ഇജ്ലാലൻ ലഹു ഉസ്താദിനെ ആദരിക്കാൻ. ഉസ്താദ് വന്നു, അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഇതിനെ നമുക്ക് മഫ്ഊൽ ലഹു എന്ന് പറയാം. എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പോൾ, ലൈലത്തെ സബ്തി ശനിയാഴ്ച, അപ്പോൾ മഫ്ഊൽ ഫീഹിയാണ്. എവിടെ, അതും മഫ്ഊൽ ഫീഹിയാണ് അല്ലേ. ഇനി എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ മഫ്ഊൽ ലഹു ആണ് വരിക. എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? ഇജ്ലാലൻ ആദരിക്കാൻ. അപ്പോൾ മഫ്ഊൽ ലഹു ആണ് വരിക. അപ്പോൾ എന്താണ് മഫ്ഊൽ ലഹു? അൽ മഫ്ഊൽ ലഹു മസ്തറുൻ, അതൊരു മസ്തറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖാഫ ഫേല്, ഖൗഫ് മസ്തർ. ഇതൊരു മസ്തറായിരിക്കും. യുബയ്യിനു, അത് വെളിവാക്കും, അത് തെളിയിക്കും. സബബ വുഖൂഇൽ ഫിഅലി, ഫിഅല് ആ പ്രവൃത്തി സംഭവിച്ച കാരണം. എന്തിനാണ് എഴുന്നേറ്റ് നിന്നത് എന്നുള്ളതിന് കാരണമാണല്ലോ ആദരിക്കാൻ എന്നുള്ളത്. അല്ലദീ ഖബ്ലഹു, അതിന് മുമ്പുള്ള ഫിഅൽ. വഹുവ മൻസൂബുൻ, അത് മൻസൂബായിരിക്കും. അപ്പോൾ ഈ പഠിച്ചു വെക്കുക. എന്താണ് മഫ്ഊൽ ലഹു? മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി അല്ലദീ ഖബ്ലഹു വഹുവ മൻസൂബുൻ. നഷർന ഷംസിയത, നമ്മൾ കൊട വിടർത്തി. ഖൗഫം മിനൽ ബലലി, നനയുമെന്ന ഭയത്താൽ. അപ്പോൾ എന്തിന്? ഖൗഫൻ, ഭയത്താൽ. അപ്പോൾ എന്തിന് എന്ന ചോദ്യത്തിന് ആൻസർ വരുമ്പോൾ അത് നമുക്ക് എന്ത് പറയാം? മഫ്ഊൽ ലഹു എന്ന് പറയാം. യഅ്കുലുൽ ഖിർദ്, കുരങ്ങൻ തിന്നുന്നു. അൽ മൗസ, പഴം. അക്കലത്തൻ, ഒരു തീറ്റ തിന്നുന്നു. ഇതിന് മഫ്ഊൽ മുത്ലഖ് എന്നാണ് പറയുന്നത്. എന്താണ് മഫ്ഊൽ മുത്ലഖ്? മഫ്ഊൽ മുത്ലഖ് മസ്തറുൻ, അതും ഒരു മസ്തറാണ്. ദുക്കിറ ബഅദ ഫിഅലിഹി, ഫിഅലിന് ശേഷം പറയപ്പെട്ട. ലിബയാനി നൗഇൽ ഫിഅലി, ഒന്നുകിൽ ഏത് തരത്തിലുള്ള ഫിഅലാണ് എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി, വ്യക്തമാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ലി തൗക്കീദിൽ ഫിഅലി, ഫിഅലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി. ഒറ്റച്ചാട്ടം, ഒറ്റ അടി എന്നൊക്കെ പറയുന്നത് പോലെ. ഔലി ബയാനി അദദിഹി, എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി. 2 അടി, 3 അടി, അതുപോലെ ഒറ്റയടി എന്നൊക്കെ പറയുന്നത് പോലെ എത്ര എണ്ണം എന്ന് വെളിവാക്കാൻ വേണ്ടി. മിസാലുൽ അവ്വൽ, ഒന്നാമത്തത് നൗഉൽ ഫിഅൽ. അതിനുദാഹരണം ലാ തഖൂദ്, നീ ഇരിക്കരുത്. ഖൂദൽ കൽബി, നായയുടെ ഇരുത്തം. അത് നൗഉൽ ഫിഅലാണ്. മിസാലു സാനി, രണ്ടാമത്തതിൻ്റെ ഉദാഹരണം തൗക്കീദുൽ ഫിഅൽ. ലറബ്തുഹു ലർബൻ, അവനെ ഞാൻ ഒറ്റ അടി അടിച്ചു. ഇവിടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലർബൻ എന്ന് പറഞ്ഞത്. മിസാലു സാലിസ്, മൂന്നാമത്തതിൻ്റെ ഉദാഹരണം സജത്തു, ഞാൻ സുജൂദ് ചെയ്തു. സജദത്തൈനി, 2 സുജൂദ്. അത് എന്താണ്? ബയാന അദദിഹി, എണ്ണം വെളിവാക്കാൻ വേണ്ടി. അൽ മഫ്ഊൽ മുത്ലഖ് മൻസൂബാണ്. അതുപോലെ അൽ മഫ്ഊൽ മൻസൂബ്, എല്ലാ മഫ്ഊൽ ഫീഹി ആണെങ്കിലും ലഹു ആണെങ്കിലും മുത്ലഖ് ആണെങ്കിലും മഫ്ഊൽ ബിഹി ആണെങ്കിലും ഒക്കെ മൻസൂബാണ്, നസ്ബാണ്. അതിന് നമ്മൾ ഫതഹത്താണ് ഉണ്ടാവുക അല്ലേ. ഇനി അടുത്തത് നമുക്ക് അത്ഫ് പഠിക്കാം. മക്ക വൽ മദീനത്തു, മക്കത്തു വൽ മദീനത്തു മദീനത്താനി, രണ്ടും 2 പട്ടണമാണ്. ഇതിൽ വാവ് അത്ഫാണ് അല്ലേ. മക്ക മദീന എന്ന് പറഞ്ഞാൽ മതിയാവൂലല്ലോ. അപ്പോൾ അർഫുൽ അത്ഫ് എന്ന് പറയും ആ വാവിന്. കം അദദു ഹുറൂഫിൽ അത്ഫി, അത്ഫിൻ്റെ അർഫുകൾ എത്രയാണ് എണ്ണം?
ഹുറൂഫുൽ അത്ഫ് അശറത്തുൻ 10 എണ്ണമാണ്. മാ ഹിയ ഹുറൂഫുൽ അത്ഫ്, എന്താണ് ഹുറൂഫുൽ അത്ഫ് എന്ന് പറഞ്ഞാൽ? ഏതൊക്കെയാണ് ഹുറൂഫുൽ അത്ഫ്? ഹൗ, ബൽ, ഹത്ത, ഫ, വാവ്. പിന്നെ ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. മക്ക വൽ മദീനത്തു മദീനത്താനി. ഇതിൽ ആത്തിഫ് ഏതാണ്? വാവ് അല്ലേ. ഹുറൂഫുൽ അത്ഫിനെയാണ് എന്ത് പറയുക? ആത്തിഫ് എന്ന് പറയും. മഅ്തൂഫുൻ അലൈഹി ഏതാണ്? മക്ക, മുമ്പുള്ള ഫിഅൽ അല്ലേ, മുമ്പുള്ള ഇസ്മ. മഅ്തൂഫ് ഏതാണ്? മദീനത്തു. ശ്രദ്ധിക്കണം, ആത്തിഫ് വാവ്, മഅ്തൂഫുൻ അലൈഹി മക്ക, മഅ്തൂഫ് മദീന. അൽ വാവ് ആത്തിഫ്, മക്കത്തു മഅ്തൂഫുൻ അലൈഹി, അൽ മദീനത്തു മഅ്തൂഫ്. സ്വഹിഹിൽ ഖത, തെറ്റ് തിരുത്തണം. യതൂഫു ബിഹർ റിജാലു വന്നിസാഅ വൽ ബിൽദാനി. എന്താണ് ഇതിൽ തെറ്റ്? ശരി ഉത്തരം യതൂഫു ബിഹ അർ റിജാലു വന്നിസാഉ വൽ ബിൽദാനു. എല്ലാം ഒരു ഹർക്കത്ത് തന്നെയാണ് വേണ്ടത്. അത്ഫ് ചെയ്താൽ ഒരേ ഹർക്കത്ത് തന്നെയാണ്, ഇഅ്റാബ് തന്നെയാണ് വേണ്ടത്. വൽ മഅ്തൂഫു, അത്ഫ് ചെയ്യപ്പെട്ടത് യത്ബുൽ മഅ്തൂഫ് അലൈഹി, മഅ്തൂഫ് അലൈഹിയോട് തുടരും. ഫിൽ ഇഅ്റാബി, ഇഅ്റാബിൽ തുടരും. അപ്പോൾ എന്ത് ചെയ്യണം? അതേ ഇഅ്റാബ് നൽകണം. യതൂഫു ബിഹ റിജാലു വന്നിസാഉ വൽ ബിൽദാൻ എന്നാണ് പറയേണ്ടത്. അയ്യിൻ ഹർഫൽ അത്ഫ്, ഹർഫുൽ അത്ഫിൻ്റെ ഹർഫ് ഏതാണെന്ന് പറയണം. ഖദിമൽ ഹുജ്ജാജ് ഹത്തൽ മുശാത്ത്. ഇതിൽ അത്ഫിൻ്റെ ഹർഫ് ഏതാണ്? ഹത്ത അല്ലേ. അയ്യിൻ ഹർഫൽ അത്ഫ്. സജദൽ ഇമാമു ഫൽ മഅ്മൂമു. ഏതാണ് ഹർഫിൻ്റെ അത്ഫ്? ഫാ അല്ലേ. അയ്യിൻ ഹർഫൽ അത്ഫ്. ഇഷ്തറൈത്തുൽ ഖലമ വൽ കിർത്താസ്. പേനയും പേപ്പറും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഏതാണ്? വാവ്. ജാഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു. ഏതാണ് ഹർഫ്? ഹർഫുൽ അത്ഫ് ബല്ലൽ. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യിനിൽ മഫ്ഊൽ. മഫ്ഊൽ ഏതാണ് എന്ന് പറയണം. മഫ്ഊൽ ലഹു, മഫ്ഊൽ ബിഹി, മഫ്ഊൽ ഫീഹി, അതുപോലെ മഫ്ഊൽ ലഹു. ഏത് മഫ്ഊലാണ്? ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്തി ഖൗഫൻ. കുട്ടി പാമ്പിനാൽ ഒരു പേടിച്ചു. എന്താണ്? അൽ മഫ്ഊൽ മുത്ലഖ് ആണ് അല്ലേ. അൽ മഫ്ഊൽ മുത്ലഖ്. അടുത്തത് ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്തി ഖൗഫൻ. ഇതേതാണ്? മഫ്ഊൽ മുത്ലഖ്. ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്തി ഖൗഫൻ. ഒന്നും കൂടി അർത്ഥം പറയാം. പെൺകുട്ടി പാമ്പിനാൽ ഒരു പേടിച്ചു. ഇത് മഫ്ഊൽ മുത്ലഖ്. ഇനി റജഅത്തി തിഫ്ലത്തു, പെൺകുട്ടി മടങ്ങി. ഖൗഫൻ മിനൽ ഹയ്യത്തി, പാമ്പിനാൽ ഭയത്തിൽ, പാമ്പിൻ്റെ ഭയത്താൽ, പാമ്പിനെ ഭയന്ന്. അങ്ങനെ പറയുകയാണെങ്കിലോ എന്തിന് എന്ന ചോദ്യത്തിനാണ് ഉത്തരം വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ മഫ്ഊൽ ലഹു ആണ് വരിക. അയ്യിനിൽ മഫ്ഊൽ. നളറ റജുലു അദുവഹു നളറത്തൽ ഖളബി. പുരുഷൻ അവൻ്റെ ശത്രുവിനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി. ഏതാണ് മഫ്ഊൽ? മഫ്ഊൽ മുത്ലഖ്. ഫറ സാരിഖു ഫിറാറൽ മൗതി. കള്ളൻ മരണ ഓട്ടം ഓടി. ഏതാണ് മഫ്ഊൽ? അൽ മഫ്ഊൽ മുത്ലഖ്. ഫാസ ഫരീഖുൻ ഫിൽ മുബാറാത്തി ഫൗസൽ ഫറഹി. ടീം മത്സരത്തിൽ സന്തോഷത്തിൻ്റെ വിജയം ജയിച്ചു. മഫ്ഊൽ മുത്ലഖ്. യഅ്കുലുൽ കിർദു അൽ മൗസ അക്കലതൻ. കുരങ്ങൻ പഴം ഒരു തീറ്റ തിന്നുന്നു. മഫ്ഊൽ മുത്ലഖ്.
യഹ്റബുൽ ജയ്ഷു സൈന്യം ഓടുന്നു മിനൽ മാറക്കി യുദ്ധക്കളത്തിൽ നിന്നും ഹർബൽ മോത്തി മരണ ഓട്ടം. മഫ്ഊൽ മുത്ലഖ്. യസ്ബഹു റജുലു പുരുഷൻ അറുക്കുന്നു അദ്ദജാജ കോഴിയെ ദബ്ഹൻ ഒറ്റ അറുക്കൽ. ഏതാണ്? മഫ്ഊൽ മുത്ലഖ്. യഖ്റഉ താലിബു വിദ്യാർത്ഥി വായിക്കുന്നു അൽ ജരീദത പത്രം ഖിറാഅത്തൻ ഒരു വായന. മഫ്ഊൽ മുത്ലഖ്. സജദ്ന ശുക്രൻ ലില്ലാ. ഏതാണ് മഫ്ഊൽ? അൽ മഫ്ഊൽ ലഹു. ജാഅ അൽ ഉസ്താദു ഫഖുംന ഇജ്ലാലൻ ലഹു. ഏതാണ് മഫ്ഊൽ? മഫ്ഊൽ ലഹു. ശരിബത് തിഫ്ലുൽ ഹലീബ കുട്ടി പാല് കുടിച്ചു. ഏതാ മഫ്ഊൽ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ കാലം എപ്പോൾ എന്നതിന് ഉത്തരവില്ല, എങ്ങനെ എന്നതിന് ഉത്തരം വരുന്നില്ല, എന്തിന് എന്നുത്തരമൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു മഫ്ഊൽ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ മഫ്ഊൽ എന്തായിരിക്കും? മഫ്ഊൽ ബിഹി ആയിരിക്കും. നവ്വറൽ ഖാദിമു സർവൻ്റ് തെളിയിച്ചു അൽ മിസ്ബാഹ വിളക്ക്. അൽ മഫ്ഊൽ ബിഹി. ദഅൽ ഉസ്താദു റഗ്ബത്തൻ ഫി ശിഫാ ഉസ്താദ് പ്രാർത്ഥിച്ചു ശമനത്തിൽ, രോഗശമനത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട്. അൽ മഫ്ഊൽ ലഹു. സ്വല്ലൈന റകഅത്തൈനി തഹിയ്യത്തുൽ ലിൽ മസ്ജിദ് പള്ളിക്ക് സമ്മാനമായിട്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചു. ഏതാ മഫ്ഊൽ? മഫ്ഊൽ ലഹു. ജലസ്തു ഞാൻ ഇരുന്നു ഇന്ദ അഖി എൻ്റെ സഹോദരൻ്റെ അടുത്ത്, സഹോദരൻ മജീദിൻ്റെ അടുത്ത്. ഇന്ദ അടുത്ത് എന്ന് പറയുമ്പോൾ മഫ്ഊൽ ഫീഹി ആണ്. മഫ്ഊൽ ഫീഹി ആണെങ്കിൽ നമ്മൾ ലർഫ് സമാനാണോ മക്കാനാണോ എന്ന് പറയണം അല്ലേ. ഇത് ലർഫു മക്കാൻ. മശൈതു ഖൽഫ അഖി മഫ്ഊൽ ഫീഹി ആണ്, ലർഫ് മക്കാനാണ്. ഇഖ്തഫൽ മുജ്രിമു കുറ്റവാളി ഒളിച്ചു ഖൽഫൽ ജിദാരി ചുമരിന് പിന്നിൽ അല്ലെങ്കിൽ മതിലിന് പിന്നിൽ. മഫ്ഊൽ ഫീഹി ആണ്, ലർഫു മക്കാനാണ്. റഅയ്തുൻ നജ്മ നക്ഷത്രത്തെ ഞാൻ കണ്ടു ഫിസ്സമായ ആകാശത്ത് ശർഖൻ മശ്രിക്കിലായിട്ട്. മഫ്ഊൽ ഫീഹി ആണ്, ലർഫു മക്കാനാണ്. യർജിഉൽ ഔലാദു ആൺകുട്ടികൾ മടങ്ങുന്നു മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്നും മസാഅൻ വൈകുന്നേരം. മഫ്ഊൽ ഫീഹി ആണ്, ലർഫു സമാനാണ്. വദഖൽതു ബഗ്ദാദ ലൈലത്ത് സബ്തി ശനിയാഴ്ച രാത്രി ഞാൻ ബഗ്ദാദിൽ പ്രവേശിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.